കൂട്ടുകാരും ഒന്നിച്ച് കാട്ടിക്കൂട്ടിയ കുസൃതികളും വായ്നോട്ടവും കിട്ടിയ തേപ്പും. ഇവിടെ 11 വർഷങ്ങൾക്ക് ശേഷം 2016-19 ബാച്ച് സ്റ്റുഡൻസ് ഒത്തുകൂടുന്നു. വരൂ, നമുക്ക് കാണാം, ആസ്വദിക്കാം അവരുടെ ഗെറ്റ് ടുഗെദർ. എടാ, നീ എവിടെയാ? ഫ്രീ ആണോ? ഞാനിവിടെ ടൗണിലെടാ. പിന്നെന്താ? എടാ, നിനക്ക് പറ്റുമെങ്കിൽ നമ്മുടെ ആ പഴയ കോളേജ് ബസ് സ്റ്റോപ്പിലേക്ക് ഒന്ന് വരാൻ പറ്റുമോ? ഞാൻ വരാടാ, ഒരു 10 മിനിറ്റ്. എടാ സിബി, നീ ചത്തില്ലേ? ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? എന്ത് കുതേ? ഇല്ലടാ, നിന്റെ 16ന്റെ ഫുഡും കഴിച്ചേ ഞാൻ പോവൂ. സിബി, പിന്നെന്താടാ വിശേഷം? പതിവില്ലാതൊരു വിളി. എടാ, നീ ഇതൊന്ന് കണ്ടു നോക്ക്. കാലമിനിയും ഉരുളും, വിഷുവരും, വർഷം വരും, തിരുവോണം വരും, പിന്നെ ഓരോ തളിരിലും പൂവരും കായ്വരും, അപ്പോഴാരെന്നും എന്തെന്നും ആർക്കറിയാം. അടാ, ഇവിടുന്ന് പോയി കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞ് നമുക്കിവിടെ തിരിച്ചു വരണം. അന്ന് പലരും വലിയ നിലയിലൊക്കെ എത്തിയിട്ടുണ്ടാവും. ചിലർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും. രക്ഷപ്പെട്ടവർക്ക് മനസ്സുണ്ടെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ഓഫ് ചെയ്യാം. ഒന്നുമില്ലെങ്കിലും അന്ന് നമ്മൾ ഏത് കോലത്തിലാണെന്നെങ്കിലും കാണാലോ. പിന്നെ ഇന്ന് സീരിയസ് ആയി ചെയ്യുന്ന പല കാര്യങ്ങളും അന്ന് തമാശയോടോർത്ത് ചിരിക്കാൻ പറ്റും. നമുക്കിതിൽ പറയുന്ന പോലെ ഒന്ന് കൂടിയാലോ? കുറേ വർഷമായില്ലേ എല്ലാവരും ഒന്ന് കണ്ടിട്ട്. ഞാനും കുറെ നാളായി അങ്ങനെ വിചാരിക്കുന്നു. അതിനിപ്പോ എല്ലാവരെയും വിളിച്ച് കണ്ടുപിടിച്ച് സെറ്റ് ചെയ്യണ്ടേ? അതൊക്കെ നമുക്ക് ചെയ്യാടാ. അതൊക്കെ നമുക്ക് ശരിയാക്കാം. എനിക്കിപ്പോൾ ചെറിയ തിരക്കുണ്ട്. രാത്രി വിളിക്ക്. നീ ഫ്രണ്ടിൽ നിന്ന് എല്ലാം ചെയ്താൽ മതി. ബാക്കിൽ ഞാനുണ്ട് മുത്തേ. ഓക്കെടാ, ശരി, കാണാം. അലവലാതി ഒരു മാറ്റവും ഇല്ലല്ലോ. എല്ലാം എൻ്റെ തലയിലിട്ട് നൈസായി മുങ്ങി. ഇവറ്റകളൊന്നും ഇതുവരെ എത്തിയില്ലല്ലോ. ഈ തെണ്ടികളെ കൊണ്ട് ഞാൻ തോറ്റു. The person you are calling is currently busy. Please call again later. തെണ്ടി ഫോൺ എടുക്കൂല. എടാ ചാപ്പു, നീ എവിടെ ചത്തിയെടുക്കുക? ഇത്ര സമയം എവിടെ ആയിരുന്നടാ പട്ടി? എന്ത് ചെയ്യാനാ മുത്തേ? വരുന്ന വഴിക്ക് ചട്ടഞ്ചാല് സ്കൂള് ഇട്ട സമയമായിപ്പോയി. തൊഴിലായിപ്പോയല്ലേ? എന്ത് ചെയ്യാനാ? എല്ലാ കഴിയുമ്പോൾ ഒന്ന് വൈകി. സാഗർ എന്ന മിത്രത്തെ നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. ഈ ദാരി എമ്മല്ല എങ്ങനെയുണ്ട്? സുഖല്ല? എന്തോന്ന് സുഖം. പിന്നെ വരുന്ന ഇലക്ഷനിൽ നാടിന്റെ വികസന തുടർച്ചക്ക് CCTV അടയാളത്തിൽ ഒരു വോട്ട്. ചിഹ്നമേതെന്നാ പറഞ്ഞ? നമ്മളെ CCTV. മോഹഭംഗ മനസ്സിലെ ശാപപങ്കില നടകളിൽ തൊഴുതു നിന്നു പ്രദോഷമായി അകലുമാത്മമനോഹരി. സഖാവെത്തിയല്ലോ. ഹരിതമിടവനമടിയിലെ ജലതമിടയും മലമുടിയിലെ അമര സമര ധ്വജമുയർത്തി അടിമ ജീവിതം മുടച്ചരുഹിത താരമേ.
എതിരാളി മുമ്പേ എത്തിയിട്ടുണ്ടല്ലോ. അത് ഇപ്പോഴും ഈ നാട്ടുകാരെ പറ്റിക്കുന്ന സ്വഭാവം നിർത്തിയിട്ടില്ല അല്ലടാ? എന്ത് ചെയ്യാനാ, നമ്മക്കും ജീവിക്കണ്ടേ. അതല്ല ജാഫറെ, അവൾ നിന്നെ കല്യാണത്തിന് വിളിച്ചില്ലല്ലേ? ഒരു ബിരിയാണി മിസ്സായി, അല്ലാതെ എന്ത് പറയാൻ. എടാ ജാഫറെ, നിന്റെ ആയുഷു ആയിഷു, നീ വന്നോ? ഓ, ഒന്നും പറയണ്ട. എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ബാംഗ്ലൂർ വന്നിട്ടുണ്ടായിരുന്നു. തിരിച്ച് സ്റ്റേറ്റ്സിലേക്ക് പോകാൻ എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് ഫോൺ എടുത്ത് നോക്കിയത്. അപ്പോഴോ ആപ്പുവിൻ്റെ 10 മിസ് കോൾ. ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ ആപ്പു പറഞ്ഞു ഇന്ന് തന്നെ നാട്ടിലേക്ക് വരണം, യു ഹാവ് ടു കം ബാക്ക്. അപ്പോൾ തന്നെ ഞാൻ ഇതൊന്നും വരുന്നില്ലല്ലോ ഞാൻ അതല്ലേ. പഴയ വിപ്ലവകാരിയാ, ഒരു പെണ്ണങ്ങ് തോട്ടപ്പ കിടക്കുന്ന കിടപ്പ് കണ്ട. ശവത്തി കുത്തലടാ പട്ടി. ഹലോ, എല്ലാവരും ഒന്ന് ഇവിടെ ശ്രദ്ധിക്കുക. നമ്മുടെ ഈ കൂടിച്ചേരലിന് ആശംസ അറിയിച്ചുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ സന്ദേശം അറിയിച്ചിട്ടുണ്ട്. ആ വിഷ്വൽസ് നമുക്കൊന്ന് കാണാം. തിരുമുറ്റം 2016-19 ബാച്ച് നടത്തുന്ന ഈ ഗെറ്റ് ടുഗദറിന് എല്ലാവിധ വിജയാശംസകൾ നേരുന്നു. പിന്നെ എൻ്റെ സുഹൃത്ത് കുണ്ടറ MLA ആസിം അവിടെ ഉണ്ട് എന്ന് അറിയാൻ പറ്റി. ആസിമിനും ഒരുപാട് വിജയാശംസകൾ നേരുന്നു. തിരുമുറ്റം 2016-19 ബാച്ച് നടത്തുന്ന ഈ ഗെറ്റ് ടുഗദറിന് എല്ലാ വിജയാശംസകളും നേരുന്നു. അതേപോലെ എൻ്റെ സുഹൃത്തും സഹപാഠിയും ഉടപടിക്കാത്തവനുമായ സഖാവ് ജാഫറും അതേപോലെ കുണ്ടറ MLAയുമായ ആസിമിനും വിജയാശംസകൾ നേരുന്നു. തിരുമുറ്റം 2016-19 ബാച്ച് നടത്തുന്ന ഈ ഗെറ്റ് ടുഗദറിന് എൻ്റെ എല്ലാവിധ വിജയാശംസകളും നേരുന്നു. എല്ലാവരോടും ഞാനൊന്ന് ക്ഷമ ചോദിക്കുന്നു. എനിക്ക് ഡൽഹിയിൽ ചെന്നിട്ട് അടിയന്തര യോഗമുണ്ട്. അപ്പൊ ശരി, എന്നാ കാണാം. ഓക്കെ, ബൈ. വ്യക്തിപരമായ ചില തിരക്കുകൾ കാരണം എത്താൻ പറ്റാത്ത ചില കൂട്ടുകാർ ആശംസ അറിയിച്ചിട്ടുണ്ട്. അവരുടെ വിഷ്വൽസ് നമുക്ക് കാണാം. ഹായ്, ഞാൻ സുസ്മിനി. ഞാൻ ഇപ്പോൾ ദുബായിൽ LKGയിൽ പഠിപ്പിക്കുകയാണ്. Because at the sharing time speak well English. My students are also full English. I am their reason. എനിക്ക് വരാൻ പറ്റാത്തതിൽ വളരെയധികം സാഡാണ്. My happiness more is this program. Thank you. Have a nice day. ഹായ്, ഞാൻ ശിവപ്രസാദാണ്. നിങ്ങൾക്കൊക്കെ എന്നെ അറിയാമായിരിക്കും. 2019 ചെയർമാനായിരുന്നു ഞാൻ. അന്ന് പഠിച്ച പേപ്പറൊക്കെ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ച എവിടെയെങ്കിലും എത്തുമെന്ന. എവിടെ എത്താൻ? ഇപ്പൊ എനിക്ക് തെങ്ങിൽ കയറുന്ന പണിയാണ്. അധികവും ഞാൻ തെങ്ങിന്റെ വണ്ടിയിലായിരിക്കും. സോ എനിക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ പ്രോഗ്രാമിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഹായ്, എൻ്റെ പേര് ഉഷ. ഞാനിപ്പോൾ മൃഗഡോക്ടറാണ്. ആദ്യമായി നന്ദി പറയേണ്ടത് MSc കോളേജിനോടാണ്. BCom പഠിച്ചത് കൊണ്ട് ഇപ്പോൾ നല്ല മൃഗഡോക്ടറാവാൻ കഴിഞ്ഞു.
സോറി, ഇവിടെ പട്ടികൾക്ക് പനിയായതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല. ഈ പരിപാടിക്ക് എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. സമയം 8 മണി. ഭക്ഷണത്തിനുള്ള സമയം ആയിരിക്കുന്നു. देखा हजारों दफा आपको, फिर बेकरारी कैसी है, संभाले संभलता नहीं ये दिल, कुछ आप में बात ऐसी है। लेकर इजाजत अब आपसे, सांसें ये आती जाती है, ढूंढे से मिलते नहीं है हम, बस आप ही आप बाकी है। Rustam, permission to steal your beautiful wife for a while? थोड़ा show off करना चाहता हूँ, by all means. पल भर न दूरी सहे आपसे, बेताबियां ये कुछ और हैं। हम दूर होके भी पास हैं, नजदीकियां ये कुछ और है। देखा हजारों दफा आपको, फिर बेकरारी कैसी है, संभाले संभलता नहीं ये दिल, कुछ प्यार में बात ऐसी है। ജാഫർ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ഇരിക്കുന്നു. ചളിക്കൊരു മാറ്റമില്ലല്ലോടേ. അതല്ലടാ നിന്റെ കല്യാണമൊക്കെ. வாழாயன் வாழ்வை வாழவே, தாழாமல் மேலே போகிறேன், തീരാ ഉള്ളൂற்றை തീണ്ടവേ. ഇപ്പൊ പ്രത്യേകിച്ചൊരു പണിയുമില്ല അല്ലേ? ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? കുട്ടൻ ചേട്ടൻ ഗൾഫിലാ. കുട്ടൻചേട്ടന്റെ ഫോട്ടോ വല്ലതും ഉണ്ടോ? ഇല്ല. അല്ല കല്യാണത്തിന്റെ വല്ല ഫോട്ടോ? ഇല്ല. അല്ല നിങ്ങൾ ഇതിനു മുമ്പ് എന്തെങ്കിലും എടുത്ത ഫോട്ടോ? എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. നമ്മുടെ ആ പഴയ പ്രിൻസിപ്പാൾ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ആരാ? വേറെ രാജനോ? സുഖമാണോ കുട്ടികളെ? ആ സർ, സുഖമാണ്. സാറിന് സുഖമാണോ? നമുക്കൊക്കെ എന്തു സുഖം. വയസ്സായില്ലേ. കാലിനാണെങ്കിൽ മുട്ടുവേദന, ഇരിക്കാനാണെങ്കിൽ നടുവേദന, അതിനിടയ്ക്ക് ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഉണ്ട് മോളെ. ചുരുക്കി പറഞ്ഞ മരണത്തിന് പോലും സാറിന് വേണ്ട. എന്താ പറഞ്ഞേ? ഒന്നുമില്ല സാറേ. കോളേജൊക്കെ എങ്ങനെ പോകുന്നു സാറേ? അതൊക്കെ പറയാതിരിക്കുന്നതാ ഭേദം. മാനേജ്മെന്റ് ആണെങ്കിൽ കോളേജിന് വേണ്ട. അഡ്മിഷൻ സമയത്ത് ഡൊണേഷൻ വാങ്ങാനും പിന്നെ നടക്കുന്ന ഒരു PTA മീറ്റിങ്ങിലും വരും. പിന്നെ അവർ തിരിഞ്ഞു നോക്കില്ല. ടീച്ചേഴ്സിൻ്റെ കാര്യമാണ് കഷ്ടം. അവർക്ക് 3 മാസമായി ശമ്പളം കൊടുത്തിട്ട്. സ്റ്റുഡൻസിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് അവർ പഠിപ്പിക്കാൻ വരുന്നത്. ഓ അതെയോ? അതല്ല സാറേ, ഈയിടെയായി കോളേജ് വിൽക്കുന്നു അങ്ങനെ എന്തൊക്കെയോ വാർത്തകൾ കേട്ടു. സംഭവം ശരിയാണോ സാറേ? അതേ മോനെ, നീ കേട്ട വാർത്ത സത്യമാണ്. നഷ്ടത്തിൽ ഓടുന്ന കോളേജ് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. നല്ലൊരു വ്യക്തിയെ കിട്ടിയാൽ അതേപോലെ നടത്താൻ കോളേജ് കൊടുക്കണം. കൊടുത്തേ പറ്റൂ.
എന്നാ ഞാനൊരു അഭിപ്രായം പറയട്ടെ സർ. എന്താടാ മോനെ? കോളേജ് വാങ്ങാൻ നല്ലൊരു വ്യക്തി ഇവിടെ തന്നെ ഉണ്ട് സർ. നമ്മുടെ ഇടയിലെ ഒരു കൊടീശ്വരൻ. സാറുള്ളത് കൊണ്ട് മാത്രം ഇന്നവൻ പുറത്തു നിൽക്കുകയാ. ഒരു പക്ഷേ സാറിന് ഓർമ്മ കാണില്ല. ആരാ മോനെ? മനസ്സിലായില്ലല്ലോ. അല്ലെങ്കിലും സാറിന് നമ്മളൊക്കെ ഓർമ്മ കാണില്ല. 12 വർഷം മുമ്പ് ക്ലാസ്സിലിരിക്കുമ്പോൾ പേനയില്ലെന്നൊരൊറ്റ കാരണം കൊണ്ട് എന്നെ അപമാനിച്ച് TC തന്നു വിട്ട പിന്നെ സാറിനൊക്കെ എവിടെന്നാ എന്നെ ഓർമ്മ? മോനെ, പഴയതൊക്കെ മറക്കണം. തൊട്ടുപോകരുത് തന്നെ. കോളേജിൽ നിന്ന് പണ്ട് പുറത്താക്കുമ്പോൾ നാളെ പേന കൊണ്ടുവരാന്ന് ഞാൻ കെഞ്ചി പറഞ്ഞില്ലേ? അപ്പോ സാറെന്താ പറഞ്ഞേ? ഗെറ്റ് ഔട്ട്. ആകെ അറിയാവുന്ന ഇംഗ്ലീഷ് വാക്ക് അതായത് കൊണ്ട് ഒരക്ഷരം മിണ്ടാതെ ഞാൻ ഇറങ്ങി. അന്നൊരു പേനയില്ലാത്തതിന്റെ പേരിലാണ് സാർ എന്നെ പുറത്താക്കിയത്. ഇന്നെനിക്ക് എല്ലാം ഉണ്ട്. വലിയ ഫ്ലാറ്റ്, വലിയ കാർ, കുടിക്കാൻ കൊക്കക്കോല, ഇരിക്കാൻ കസേര, അങ്ങനെ എല്ലാം ഉണ്ട്. പക്ഷേ എൻ്റെ കൂട്ടുകാരെ മാത്രം എന്നിൽ നിന്നും അകറ്റി. മോനെ, അങ്ങനെ നിങ്ങൾ വിളിച്ചു പോകരുത്. പണ്ട് ആ വിളിക്ക് ഒരു മകന്റെ സ്ഥാനം ഉണ്ടെന്നാ ഞാൻ കരുതിയത്. ഇന്ന് ആ വിളിയുടെ ആവശ്യമേ ഇല്ല. സാർ എന്താന്ന് പറഞ്ഞത്? ഞാൻ ഒന്നും ആവില്ലെന്നോ, എവിടെയും എത്തില്ലെന്നോ? എന്തിന്? സാറിന്റെ ആ പോക്കറ്റിൽ കാണുന്ന പേനയുണ്ടല്ലോ, അതുപോലും എന്റെ ഒരു കമ്പനിയാ. ചെറിയ കാരണങ്ങൾ കൊണ്ടും മനസ്സിന്റെ ഈഗോ കൊണ്ടും ഒരു വിദ്യാർത്ഥിയുടെയും ജീവിതത്തിൽ അടിവരയിടാൻ നിങ്ങൾ കാരണമാവരുത്. ഒന്ന് കണ്ണടിച്ചിരുന്നെങ്കിൽ, ഒരവസരം നൽകിയിരുന്നെങ്കിൽ അവർ ഇന്നും നിങ്ങളിൽ ഒരാളായി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുമായിരുന്നില്ലേ?